ആരെന്തു പറഞ്ഞാലും ഞാൻ ഒഴിയൂല, ഒഴിയാൻ എന്നെ കൊണ്ട് പറ്റില്ല, പറ്റുമെങ്കിലും ഞാൻ ചെയ്യില്ല എന്നാണ് കെ സുധാകരന്റെ പക്ഷം. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റി പകരം ആന്റോ ആന്റണിയോ സണ്ണി ജോസഫിനെയോ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഹൈക്കമാൻഡിന്റെ തീരുമാനം മാറ്റാൻ കാലുപിടിച്ചും ഭീഷണിപ്പെടുത്തിയും സുധാകരൻ മുന്നോട്ട്. ഇന്നലെ സുധാകരനെ അനുനയിപ്പിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയും ഖർഗയും അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. അവിടെ നടന്ന ചർച്ചകളാണ് പരാജയപ്പെട്ടു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തൊക്കെ ചെയ്താലും ഞാൻ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ ഇപ്പോൾ തയ്യാറല്ല എന്ന നിലപാടിലാണ് സുധാകരൻ മുന്നോട്ട് പോകുന്നത്. കുറഞ്ഞപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും തന്നെ ആ സ്ഥാനം തുടരാൻ അനുവദിക്കണമെന്ന അപേക്ഷയാണ് സുധാകരൻ ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നുള്ള ദീപ മുൻഷിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് KPCCയിലും DCCയിലും ആകെ അഴിച്ചുപണി നടത്താൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തത്. കെ സുധാകരനെ മാറ്റാനുള്ള തീരുമാനം കൈക്കൊണ്ടപ്പോൾ തന്നെ താൻ അതിന് തയ്യാറല്ല എന്നുള്ള കാര്യം സുധാകരൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ അതിനു മുന്നോടിയായി എത്രയും പെട്ടെന്ന് KPCCയിൽ അഴിച്ചുപണി നടത്തണം എന്നുള്ള ആവശ്യം കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തമായി. ഈ പശ്ചാത്തലത്തിലാണ് കെ സുധാകരനെ ഹൈക്കമാൻഡ് നേരിട്ട് വിളിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. എന്നാൽ ഉടനെ ഒഴിയാൻ തനിക്ക് താല്പര്യമില്ല എന്ന നിലപാടിൽ സുധാകരൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിട്ടുള്ള ജോയിയും ആര്യാടൻ ഷൗക്കത്തും തമ്മിലുള്ള തർക്കം തന്നെ ഇപ്പോഴും തുടരുകയാണ്. ജോയിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള അൻവറിന്റെ പിടിവാശിയും അൻവറിനെ അല്ലെങ്കിൽ അൻവറിന്റെ മുന്നണിയെയോ കോൺഗ്രസിലേക്ക് എത്രയും പെട്ടെന്ന് പ്രവേശിപ്പിക്കണമെന്നുള്ള ആവശ്യവും ശക്തമായി. ഇത് രണ്ടും നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കൂടി കോൺഗ്രസിനുള്ളിൽ മുറുകുന്നത്. ഇത് കോൺഗ്രസ് നേതൃത്വത്തിനെ ആകെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യം സംശയമില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴെങ്കിലും ഇക്കാര്യത്തിലൊക്കെ കോൺഗ്രസുകാർ ഒരു തീരുമാനത്തിലും ഐക്യത്തിലും എത്തിയാൽ നന്നായിരുന്നു. എന്തായാലും അടുത്ത ഭരണവും പിടിക്കാൻ യാതൊരു സാധ്യതയും നിലവിലില്ലാത്ത സ്ഥിതിക്ക് തർക്കങ്ങൾ മുറുകുന്നതിലും അതിൽ തീരുമാനമെടുക്കാൻ കാലതാമസം വരുന്നതിലും ഒന്നും കോൺഗ്രസ് നേതൃത്വം ഭയക്കേണ്ട കാര്യമില്ല. വെറുതെ തിരഞ്ഞെടുപ്പിന് നിൽക്കാമെന്നല്ലാതെ ജയിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പും കോൺഗ്രസിന് തന്നെയില്ല. ഇതോടെ കോൺഗ്രസിൽ വീണ്ടും തമ്മിൽ തല്ലി തുടങ്ങുമെന്ന കാര്യം ഉറപ്പായി. സുധാകരനൊട്ട് ഒഴിയാനും തയ്യാറല്ല, നേതൃത്വത്തിന് മുഴുവൻ KPCC അധ്യക്ഷനെ മാറ്റുകയും വേണം. ഇനി മുൻപ് പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവിനെ മാറ്റിയാൽ മാത്രമേ ഞാൻ പോകൂ എന്ന കടുംപിടുത്തത്തിൽ സുധാകരൻ ഉറച്ചു നിൽക്കുമോ എന്ന കാര്യവും കണ്ടറിയണം. എന്താണെങ്കിലും ഈ കോൺഗ്രസുകാരെ എല്ലാവരെയും കൂടി ഒരുമിപ്പിച്ച് നിർത്താൻ കുറച്ചൊന്നുമല്ല പണി. വെറുതെയാണോ ഇടയ്ക്കിടയ്ക്ക് രാഹുലും പ്രിയങ്കയും ഒക്കെ കൂടി വിദേശവാസത്തിന് പോകുന്നത്? ഇവന്മാരെ കൊണ്ടൊക്കെ സ്വസ്ഥത കെട്ടിട്ടു തന്നെയാണ്.